ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാൻ കേട്ടോ. അപ്പം രാത്രി എല്ലാവരും ഇങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മീനാക്ഷിയുടെ സങ്കടം അത് ആ വീട്ടിലെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ബാലനാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ മീനാക്ഷിയെക്കുറിച്ചും മീനാക്ഷിയുടെ ജോലി പോകുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലും പരിഹാരമാർഗം കണ്ടെത്താം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഒരു പരിഹാരമാർഗവും കണ്ടെത്താൻ പറ്റില്ല. ജോലി പോകുമെന്ന് പറഞ്ഞാൽ പോകും. ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ ജോലി പോവുക തന്നെ ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ച് ഒരുപാട് മോഹിച്ച് നേടിയ എൻ്റെ ജോലിയാണ്. ഒരുപാട് പഠിച്ച് ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതിയ ശേഷം കിട്ടിയ എൻ്റെ ജോലിയാണ്. അത് നാളെ എനിക്ക് പോകാൻ പോവാ. ആ ജോലി പോവുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോമതി പറയുന്നത്, അല്ല ആ പേപ്പർ ഈ വീട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ആ പേപ്പർ പറന്നു പോയി കാണുമെന്ന് പറയാം. അത് പറന്നു പോയാൽ ഈ വീട്ടിൽ ആരുടെയും കൈ കിട്ടത്തില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ മീനാക്ഷി പറഞ്ഞു, ആരുടെയെങ്കിലും കൈ കിട്ടിയാൽ ചിലപ്പോൾ മനഃപൂർവ്വം മാറ്റി വെച്ചാണെന്ന് ആര് കണ്ടു? അപ്പോഴാണ് പെട്ടെന്ന് ആനന്ദ് പറയുന്നത്, അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? അതെന്ത് വർത്താനാ മീനാക്ഷി നീ പറയുന്നത്? അങ്ങനെ ഇവിടെ ആരെങ്കിലും ഒക്കെ ചെയ്യുമോ? അപ്പോൾ നമ്മുടെ ഗോമതിയും പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും ചെയ്താലോ എന്നല്ലേ അവൾ പറഞ്ഞുള്ളൂ. അത് അവളുടെ സങ്കടം കൊണ്ട് പറയുന്ന, വിഷമം കൊണ്ട് പറയുന്ന, അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ ദേവി പറഞ്ഞു, എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ തന്നെ കാണും. സമാധാനമായിട്ട് ഇരിക്കും മീനൂട്ടി. എന്ത് പരിഹാരം കാണാനാ? ഒരു പരിഹാരവും ഇല്ല. എൻ്റെ ജോലി പോയത് തന്നെ, അതിൽ കൂടുതൽ പരിഹാരമൊന്നും ഇതിനില്ല. എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മീനൂട്ടി അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ ആകാശം വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ ആകാശിനോട് ബാലൻ പറയാ, നീ മോനെ നീ വിഷമിക്കൊന്നും വേണ്ട, പോട്ടെ, സാരമില്ല, ദൈവം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം, ഏതായാലും 2 ദിവസവും കൂടെ ബാക്കിയുണ്ടല്ലോ, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ദേവി ബാലൻ ദേവിയുടെ അടുത്ത് ചെന്നിട്ട്, എന്താടി നീ ഒരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായില്ലല്ലോ. അവള് കുറെ പേപ്പർ വായിച്ചു നോക്കാതെ വലിച്ചു കീറി എറിഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടി ഒരു ലേശം വിവരമില്ലല്ലോടി നിനക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറ്റപ്പെടുത്താണ്. അപ്പോഴത്തേക്കും ബാലച്ച എന്നെ വഴക്ക് പറയില്ല, ബാലച്ച വഴക്ക് പറഞ്ഞ് എനിക്ക് സഹിക്കില്ല ബാലച്ച എന്ന് പറഞ്ഞ് ദേവി. ഏറ്റവും ലാസ്റ്റ് രാത്രിയായി, പാതിരാത്രിയായിട്ട് നമ്മുടെ ആര്യം വന്നില്ല. അപ്പൊ ആര്യം വരാത്തത് കൊണ്ട് തന്നെ മിത്ര അകത്ത് കയറി പോകാതെ തിണ്ണയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ദേവിയാണെങ്കിലോ എങ്ങനെയെങ്കിലും ആ ഒരു പേപ്പർ ഒന്ന് എടുക്കണം, അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞ ആ ഒരു വഴി തന്നെയാണ് പുള്ളിക്കാരി കണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാവരും ഉറങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആനന്ദ് കിടന്നു. അപ്പൊ ദേവിയുടെ ഈ വെപ്രാളവും പരവേശമൊക്കെ കണ്ടപ്പോൾ, നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? എന്താ എന്താ ദേവി, എന്താ ഹണിമൂണിന് കൊണ്ടുപോകാഞ്ഞിട്ടാണോ? അത് ഞാൻ അച്ഛനോട് പറയാന്ന് പറഞ്ഞില്ലേ? ആ ശരി ആനന്ദേട്ടാ. അതൊന്നുമല്ല, എനിക്ക് അയ്യോ എന്തൊരു ചൂടല്ലേ, വല്ലാത്ത ചൂട്. പാവം മിത്ര അവിടെ തന്നെ നിൽക്കുക വെളിയിൽ, ആര്യനെ കാത്തേ. ഞാനേ അവളുടെ കൂടെ ഒന്ന് പോയി നിൽക്കട്ടെ. ആനന്ദേട്ടാ, പാവമല്ലേ അവള്? ആ എങ്കില് ഒരു കാര്യം ചെയ്യാ, നീ പോയി നിന്നോ മിത്രയുടെ അടുത്ത്. എന്താ പറ്റി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നേരെ മിത്രയുടെ അടുത്ത് പോവാ. മിത്രയുടെ അടുത്ത് ചെന്നു. മിത്രയുടെ അടുത്ത് എന്ത് ചോദിച്ചു, ഇത് എന്ത് പറ്റി മിത്ര, നീ തന്നെ വന്ന് ഇവിടെ നിൽക്കുന്നത്? ആര്യം വരാത്തത് കൊണ്ടാ? കഷ്ടമുണ്ടല്ലോ, ഈ ആര്യൻ എന്നെ ഇത്ര താമസിക്കുന്നത്. ഒരു കാര്യം ചെയ്യ മോളെ മിത്രേ, നീ പോയി ആര്യന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇതുവരെ കഞ്ഞിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഞാനിവിടെ കാത്തു നിന്നോളാം. വരുവാണെങ്കിൽ ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. വേണ്ട, ഞാൻ ഈ വെളിയിൽ തന്നെ ഇരുന്നോളാം. നീ ചെല്ല്, അവൻ വശന്നായിരിക്കും വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്ര, ആണോ, എങ്കിൽ പിന്നെ ഞാൻ പോയി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. കഞ്ഞി ചൂടാക്കാനോ എന്തൊക്കെ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിക്ക് ആശ്വാസമായത്. അപ്പോഴേ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണോ എന്തോ, എങ്ങനെയെങ്കിലും ചെവി അറിയാതെ ആ പേപ്പർ എൻ്റെ കയ്യിൽ തരണേ, എൻ്റെ ഭഗവതി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ആനന്ദിൻ്റെ റൂമിലേക്ക് പതുക്കെ പോയിട്ട് ആനന്ദിട്ട ഷർട്ട് ഊരിയെടുക്കുകയാണ്. ആനന്ദിട്ട ഷർട്ട് ഊരി ആ ഒരു ഷർട്ടും മുണ്ടും കൂടെ ഉടുത്തുകൊണ്ട് നമ്മുടെ ദേവി അവിടെ നിന്ന് ഇറങ്ങുന്നത്, താടിയൊക്കെ വെച്ച് ഒരു ആണിൻ്റെ വേഷം കെട്ടി ഇറങ്ങുക. ഈ സമയത്ത് നമ്മുടെ അലോഹാണെങ്കിൽ ആ പരിസരത്തൂടെ ചുറ്റിക്കറങ്ങാൻ കേട്ടോ. അപ്പൊ അലോഹിന് അപ്പോഴും സംശയം, ഇനി വല്ല കൂടോത്രം ചെയ്ത ഏലസോ കുടവോ മുണ്ടയോ മുട്ടയോ ഒക്കെ വല്ലതും കുഴിച്ചിടാൻ വേണ്ടി ഇവർ വരും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അലോഹ ഇതിലെ കൂടെ നീണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രയുടെ അച്ഛനും അലോഹിന്റെ അച്ഛനൊക്കെ വന്നിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ തലയ്ക്ക് സ്ഥിരതയില്ല, നീ അകത്തേക്ക് കയറി വാ. രാത്രി എത്ര മണിയായെന്ന് അറിയാമോ? ഇവിടെ ഒരു കോപ്പും മണ്ണാങ്കട്ടയില്ല. അങ്ങനെ വന്നാൽ തന്നെ നീ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവർ വരുമോ? അവർക്ക് കാണത്തില്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അകത്ത് കയറാൻ പറഞ്ഞ് ഒരു വിധത്തിൽ നമ്മുടെ അലോഹിനെ ആ സമയത്ത് അകത്തും കയറ്റി. ഈ സമയത്ത് നമ്മുടെ ദേവി വിദഗ്ധമായിട്ടും
എങ്ങനെയൊക്കെയോ ആനന്ദിനെ പറ്റിച്ച് ഇറങ്ങി, ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി മതിലിൻ്റെ അവിടെ വന്ന് മതിലിൽ നോക്കി നിൽക്കുക. ഇനി ആ മതിലെടുത്ത് ചാടണേ, എൻ്റെ ഭഗവതി ഈ മതിലിൽ നിന്ന് ചാടിക്കിടത്തണേ എന്ന് പറഞ്ഞ് ഭഗവതീനെ വിളിച്ചു. സത്യം പറഞ്ഞാൽ ഭഗവതിക്ക് സമാധാനം ഇല്ല കേട്ടോ, നമ്മുടെ ദേവി. കാരണം ഇത് നേരവും ഭഗവതീനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ ദേവി പതുക്കെ മതിലിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറിയിട്ട് ഒരൊറ്റ ചാട്ടം ചാടി ഉരുണ്ട് പറിച്ച് ഉരുണ്ടൊക്കെ വീണു. ഈ സമയത്ത് അലോക് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അലോകിന് അപ്പോഴും സംശയമാണ്, ഇനിയിപ്പോൾ ആരെങ്കിലും കൂടോത്രത്തിനായിട്ട് വരുമോ, ഇത് കുഴിച്ചിട്ടാൻ വരുമോ എന്ന് ഭയങ്കര സംശയം. അപ്പൊ ഈ ഒരു സംശയത്തിന്റെ പേരിലാണ് അലോക് ഉറങ്ങാത്തത്. അതിനിടയ്ക്ക് നമ്മുടെ അച്യുതനും ഒക്കെ വന്ന് പറയുന്നുണ്ട്, നീ കിടക്കടാ ഉറങ്ങടാന്നൊക്കെ. എവിടെ നിന്ന് അലോകിന് വല്ലാത്ത സംശയമായിട്ട് ഉറങ്ങുന്നുമില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവി നോക്കുമ്പോൾ പേപ്പർ കാണുന്നില്ല. അയ്യോ എൻ്റെ ഭഗവതി, പേപ്പർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭഗവതിയെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ അവിടെ തപ്പി തപ്പി നോക്കിയപ്പോഴത്തേക്കും പേപ്പർ കിടക്കുക. ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു പതിയെ 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 പോയി ആ പേപ്പർ എടുത്തതും അലോക് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ഒന്ന് പോയി നോക്കാം ആരെങ്കിലും വന്നോന്നറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ ടോർച്ച് വെച്ച് ഇങ്ങനെ അടിച്ചു നോക്കുക. ടോർച്ച് വെച്ച് അവിടെയും ഇവിടെയൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ നിൽക്കുന്ന കാണുന്നു. നമ്മുടെ ദേവി ഇങ്ങനെ പേപ്പറും കൈ പിടിച്ചുകൊണ്ട് ഭഗവതി കാണരുതേ, അലോക് കാണരുതേ ഭഗവതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് അലോക് എന്തോ അവിടെ അനങ്ങുന്നത് കണ്ടിട്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു ഈ സമയം കൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ദേവി ചാടി ഇറങ്ങി. അപ്പൊ കറക്റ്റ് സമയത്ത് ആര്യൻ വന്നത്. ആര്യൻ ഈ അലോകിന്റെ കാർച്ച കേട്ടതോ മതിലിന്റെ അവിടെ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോഴത്തേക്കും അലോക് ഇറങ്ങി വന്നില്ല. ഓഹോ, അപ്പൊ നീ പറഞ്ഞയച്ച കള്ളനല്ലേടാ, അപ്പൊ നീ അല്ലേടാ ഇങ്ങോട്ട് അവനെ പറഞ്ഞയച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യന്റെ മെക്കിട്ട് കയറുക. ആര്യനാണെങ്കിൽ എന്താ ഈ പറയുന്നത്, നിങ്ങൾക്ക് എന്താ തലക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മിത്ര ഈ ശബ്ദം കേട്ടിട്ട് മിത്ര ഇറങ്ങി വന്നിട്ട് എന്താ ആര്യ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ മിത്രയും ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്തർക്കമാകുകയാണ് കേട്ടോ. നീ പറഞ്ഞു വിട്ട ആളാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ കയറിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് ഓടയാണെന്ന് പറഞ്ഞ അലോക്. അപ്പൊ നമ്മുടെ ദേവി ഈ സമയത്ത് പതുക്കെ ചെന്ന് ഷർട്ടൊക്കെ ഊരി ആനന്ദിനെയൊക്കെ ധരിപ്പിച്ച് മുണ്ടൊക്കെ ഉടുത്ത് ആനന്ദിനെ എങ്ങനെയൊക്കെയോ ആ ഉറക്കത്തിൽ എങ്ങനെയൊക്കെയോ മുണ്ടൊക്കെ ഉടുപ്പിച്ചു. എന്നിട്ട് പതുക്കെ നമ്മുടെ ദേവി ഒന്നും അറിയാത്ത പോലെ കിടന്നു. എന്നിട്ട് പതുക്കെ ക്ഷീണം അഭിനയിച്ച് ഓ ആനന്ദേട്ടാ ദേ പുറത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കുന്ന ആനന്ദേട്ടാ, ഉറങ്ങാനും സമ്മതിക്കില്ല. നന്നായിട്ട് ഉറക്കം പിടിച്ച് വന്നപ്പോഴാണ് ഒച്ച കേൾക്കുന്നത്. ദേ ആനന്ദേട്ടാ, ആര്യൻ്റെ ഒച്ചയാന്നാ തോന്നുന്നത്, ഒന്ന് എണീക്കാൻ പറഞ്ഞു. അപ്പം പെട്ടെന്ന് ആനന്ദൻ ഞെട്ടി എണീറ്റു. അതേ ആനന്ദേട്ടൻ പോയി നോക്ക്. അല്ല ദേവി, നീയും കൂടെ ബാ. അത് പിന്നെ എനിക്ക് ഉറക്കം അങ്ങ് തീരുന്നില്ല ആനന്ദേട്ടാ, എനിക്ക് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എണീറ്റ് വരാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വേണമെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഭയങ്കര അഭിനയമാണ്. അഭിനയിച്ച് ഒരു തരത്തിൽ എണീറ്റ് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ അലോക് അവിടെ കിടന്ന് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവി അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ എന്താന്ന് ചോദിച്ചു. നിനക്ക് എന്താടാ സൂക്കേട്, പാതിരാത്രി മനുഷ്യനെ കിടത്തി ഉറക്കാൻ സമ്മതിക്കത്തില്ല, നീ എന്താണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, നീ ആശുപത്രി പോയി കിടക്ക്, ഭ്രാന്താശുപത്രിയിൽ, ഇവന് ഭ്രാന്തായി, ഇവന് സംശയരോഗം മൂത്ത് ഭ്രാന്തായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ദേവിക്ക് ദേഷ്യം വന്ന് ദേവി അതും ഇതൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആരും പറഞ്ഞു ഇതേ ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കുന്ന നേരത്തെ ബാ നമുക്ക് കയറിപ്പോവാന്ന് പറഞ്ഞ് കയറിപ്പോയി. അലോകം കയറിപ്പോയി. അപ്പോഴത്തേക്കും ആനന്ദനും ആര്യനും പറഞ്ഞു ഏതായാലും ഇത് വേറെ ആരെയും അറിയിക്കണ്ട, ചുമ്മാ എന്തിനാ അവരുടെയൊക്കെ ഉറക്കം കളയുന്നതെന്നും പറഞ്ഞ് ഞാൻ കയറി പോവുകയാണ്. ഏതായാലും ഈ പേപ്പർ കൈ കിട്ടിയത് വലിയൊരു ആശ്വാസം തന്നെ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ദേവിക്ക്. അങ്ങനെ ദേവിയും നമ്മുടെ ആനന്ദും കൂടെ പോയി കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ആശ്വാസമായി എന്ന് പറയാം. ആശ്വാസമായില്ല, ആശ്വാസമാകും. ഇനി ഈ പേപ്പർ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്നറിയില്ല. നമ്മുടെ ദേവി ഡയറക്റ്റായിട്ട് ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി തെറ്റുകാരിയാണെന്ന് അറിയുമല്ലോ. അപ്പം ദേവി ഇനിയിപ്പോൾ അതിനുള്ള പ്ലാനുകളൊക്കെ ചിന്തിക്കും. ഈ പേപ്പർ ഇനി എങ്ങനെ കൊടുക്കും. ഈ പേപ്പർ ഈ ചുരുട്ട് കൂട്ടി ചുളുക്കി വെച്ചിരിക്കുക. അപ്പം അതൊന്ന് തേച്ച് മിനിക്കൊക്കെ എടുക്കണം. അപ്പം ആരോ ചുരുട്ടി എറിഞ്ഞാന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു തത്രപ്പാടിലൊക്കെയാണ്. ഏതായാലും ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രധാന സീനുകൾ എന്ന് പറയുന്നത്. ഏതായാലും എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം ഏതാ, നമുക്ക് ഇനിയിപ്പം നയനുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷമാണ് കേട്ടോ. അപ്കമിങ് വിശേഷം നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 12:45 എന്നും അപ്ലോഡ് ചെയ്യുന്നത്. അപ്കമിങ് വിശേഷമാണ്, ഫുൾ വിശേഷം അല്ല. ഫുൾ വിശേഷം നമ്മൾ ഇന്ന് മെയിൻ ചാനലിൽ ഇട്ടിട്ടില്ല. ഫുൾ വിശേഷം നമുക്ക് ഇന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ചാനലിൽ ഫുൾ വിശേഷം ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഫുൾ വിശേഷം വരുമായിരിക്കും. അപ്പം നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് കയറി നോക്കണം. ജിൽ ചിന്നു എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, മെയിൻ ചാനലിൻ്റെ പേര്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കഥയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ സച്ചിക്ക് രേവതി കാറ് മേടിച്ചു കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ സർപ്രൈസായിട്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രധാന വിശേഷം രേവതിയുടെയും സച്ചിയുടെയും കഥയിലെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ
എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക്സ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.